ഭൂമിയിൽ ഒരു സ്വർഗം ഉണ്ടെങ്കിൽ അത് ഇവർക്ക് ദിന. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നമുക്കിന്നൊരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആഴ്ചകൾക്ക് ശേഷമാണ് ഒരു ട്രിപ്പ് കിട്ടുന്നത്. ഒരു 3-4 ഡെസ്റ്റിനേഷൻ ഉണ്ട് ഗൈസ്. ഒരു 3 ദിവസത്തെ ട്രിപ്പാണ്. അപ്പോൾ ഞാൻ ഒറ്റ വീഡിയോ ആക്കിയിട്ടുണ്ട്. ഈ വീഡിയോയ്ക്ക് നല്ല ലെങ്ത് കൂടുന്നുള്ളതുകൊണ്ട് ഞാൻ 3 പാർട്ടായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇന്ന് നമ്മുടെ ട്രിപ്പ് കിട്ടിയേക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാക്കറിൻ്റെ 2nd എഡിഷനാണ് ഗൈസ്. ഈ കിടക്കണമാണ് നമ്മുടെ വണ്ടി. ഇവനെ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോയിലൊക്കെ വന്ന് കൊണ്ടുവന്നിട്ട്, കാരണം ഇവന് ട്രിപ്പൊന്നും ഇല്ലായിരുന്നു. ഇന്ന് ഇതേ നല്ല സെറ്റപ്പ് ആക്കി നമ്മൾ കഴുകി കൊണ്ടുവന്ന് ഇട്ടേക്കുവാണ് ചെറുക്കനെ. ഇവൻ്റെ നെയിം ബോർഡ് ഓണാക്കിയിട്ടില്ല ഗൈസ്. നെയിം ബോർഡ് ഞാൻ ഓണാക്കി കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചെറുക്കൻ്റെ ഓവറോൾ ലുക്ക് വരുന്നത്. ഇത് നമ്മുടെ ഒരു ഗ്രീൻ ബ്ലൂ കോമ്പിനേഷനിലാണ് ഇവൻ്റെ ഗ്രാഫിക്സ് ഒക്കെ വരുന്നത്. ഇതും നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത ഗ്രാഫിക്സ് ആണ് ഗൈസ്, പുറത്തുനിന്നുള്ള ആരുടെയും അല്ല. പിന്നെ ഇവൻ്റെ ബാക്ക് വശം VS6ൻ്റെ തന്നെയാണ്, സെഡോൻ്റെ അല്ല. ഫുള്ള് VS6 ആക്കി നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ഇറക്കിയതാണ് ഗൈസ്. ഇവൻ്റെ ഡിക്കിയുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വലിയ ഡിക്കി തന്നെയാണ്. പിന്നെ ഇവൻ്റെ ഡീസൽ ടാങ്കും സംഭവമൊക്കെ നമ്മൾ സ്ക്വയർ ഷേപ്പിൽ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഇനിയിപ്പോൾ കാണിക്കാനില്ല, ഇപ്പം തന്നെ നേരം പോയി ഗൈസ്. നമുക്കപ്പോൾ നേരെ വണ്ടി അങ്ങ് എടുത്തേക്കാം. ഞാൻ നെയിം ബോർഡൊക്കെ ഇട്ട് കാണിച്ചു തരാം ഗൈസ്. ഇതൊക്കെയാണ് നമ്മുടെ ഫ്രണ്ട്. ദ ഡൈനാമിറ്റ് ഓഫ് കേരളയാണ് ഗൈസ്, നമ്മുടെ ഹാക്കറിൻ്റെ 2nd എഡിഷൻ. ഹാക്കർ എന്ന് പറയുന്നത് ലൗഡർ ദാൻ ബോംബാണ്. അപ്പോൾ നമുക്ക് ഏതായാലും ഇവനെ അങ്ങ് എടുക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചെറുക്കൻ്റെ ക്യാബിൻ വരുന്നത്. ഫുള്ള് വിക്സൽ വർക്കാണ് ഗൈസ്, മൊത്തത്തിൽ നമ്മൾ വിക്സൽ ചെയ്തേക്കുവാണ് വണ്ടി. പിന്നെ നമ്മുടെ ഹാക്കറിന് നമ്മൾ കൊടുക്കാത്ത ഒരു സംഭവമാണ് നമ്മൾ ഇവന് കൊടുത്തത്. നമ്മുടെ ഡാഷ്ബോർഡൊക്കെ അതേ മൊത്തം കുഷനാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റിയറിങ്ങും അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട് ഗൈസ്, ബ്ലാക്ക് ആക്കി മൊത്തത്തിൽ. പിന്നെ ഇവൻ്റെ അകം ഫുള്ള് വിക്സലാണ്, ഞാൻ കാണിച്ചു തന്നതാണ് ഒരു പ്രാവശ്യം. ഇനിയിപ്പോൾ കാണിക്കാൻ നേരമില്ല ഗൈസ്. നമുക്ക് നേരെ വണ്ടി എടുത്ത് ഇച്ചിരി ചവിട്ടി പിടിച്ചൊക്കെ പോകണം. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം തന്നെ ഒരുപാട് ലേറ്റായി പോയി. അപ്പോൾ നമുക്ക് നേരെ പറപ്പിക്കാം ഗൈസ്. നമ്മുടെ VS6ൻ്റെ പവർ നമുക്കൊന്ന് കാണിച്ചേക്കാം. എടേ 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 ഓ, ചവിട്ടി കാരണം അവൻ ചത്തില്ല ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കുഴപ്പം. ഇവിടെ ഇച്ചിരി പ്രശ്നമുള്ള സ്ഥലമാണ് ഗൈസ്. അവനാണെങ്കിൽ ഒരു ഇച്ചിരി മണക്കാൻ ലോഡും കൊണ്ടാണ് അവൻ പോണത്. പോട്ടെ, നമുക്കായാലും ഇത് ഇടത്തോട്ട് തിരിക്കാം. ഇവിടുന്ന് ഇടയ്ക്ക് ഓരോ ഇടിയൊക്കെ കിട്ടാറുള്ളതാണ്. ഇന്ന് അങ്ങനെ വണ്ടിയൊന്നുമില്ല ഗൈസ്, ഇന്ന് ഞായറാഴ്ച ദിവസമാണ്. അപ്പോൾ നമുക്ക് നേരെ പോയേക്കാം. പോട്ടെ പോട്ടെ പോട്ടെ. നമ്മുടെ KSRTC അവിടെ കൊണ്ടുവന്ന് സൈഡാക്കിയിട്ടുണ്ട്. എന്നാണോ എന്തോ, ഒരു പ്രാവശ്യം നമ്മുടെ KSRTC ഇങ്ങനെ വന്ന വഴിക്കൊന്ന് സൈഡാക്കി. എൻ്റെ അമ്മേ, ഓ, പറഞ്ഞ് തീർക്കാനും അവന്മാർ സമ്മതിക്കുകയില്ല. റെഡ് സിഗ്നലാണ് ഗൈസ്. ഇനിയിപ്പോൾ നമുക്ക് വെറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല. ബഡ്ജറ്റ് നല്ല ഷോർട്ടാണ്. നമ്മുടെ ഈ ഗൂഗിൾ പേയിൽ ആകെ 1,14,500 ചില്ലായിരം രൂപ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ചിലവായി പോയി ഗൈസ്, ഒന്നും പറയാനില്ല. നമ്മുടെ വണ്ടിയൊക്കെ ഇനി പണിക്ക് കയറ്റാനൊക്കെ ഉണ്ട്. ഇനി ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് വേണം ഒന്ന് പണിക്ക് കയറ്റാൻ. ഇനിയിപ്പോൾ ഇവന് കുറച്ച് ദിവസത്തേക്ക് നല്ല ട്രിപ്പൊക്കെ കിട്ടുന്നുണ്ട് ഗൈസ്. ഇതന്നെ ഇവിടെ ബ്ലോക്ക് വല്ലതാണോ? ചുമ്മാ കൊണ്ടുവന്ന് വണ്ടി ഓഫാക്കി അവിടെ ഇട്ടേക്കുവാണ്. നമുക്ക് കുറച്ച് ചവിട്ടി പിടിച്ചൊക്കെ പോകണം ഗൈസ്, എന്നാലേ കറക്റ്റ് സമയത്തിന് അങ്ങ് എത്തുകയുള്ളൂ. വേഗം പോട്ടെ വേഗം പോട്ടെ. ഇപ്പം ബൈപ്പാസ് റൈഡർ ആയതുകൊണ്ട് എനിക്ക് തോന്നണില്ല നമ്മൾ പോകാൻ പോണ സ്ഥലത്ത് സ്മൂത്തായിട്ട് ഇവൻ കയറി പോകുമെന്ന്. കാരണം ലിപ്പൊക്കെ തട്ടാൻ നല്ല സാധ്യതയുണ്ട് ഗൈസ്. ഒരു മലയുടെ മണ്ടയ്ക്കൊക്കെയാണ് നമ്മൾ കയറി പോണത്. അപ്പോൾ ദേ ഇവിടെ നിന്നാണ് നമ്മൾ ആളെ കയറ്റേണ്ടത്. ഓ നില്ല് തിരിഞ്ഞങ്ങ് കയറട്ടെ. ഇതേ അവിടെ ആൾക്കാരൊക്കെ നല്ല പവറായിട്ട് നിൽപ്പുണ്ട്. നമ്മളോട് പറഞ്ഞേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെടിക്കെട്ട് ട്രിപ്പ് ആക്കണം എന്നാണ്. അപ്പോൾ നമ്മൾ നല്ല 1-ാം തരം കിക്കറൊക്കെ കയറ്റിയ വണ്ടിയാണ് ഗൈസ്, നമ്മളിന്ന് തകർക്കും. അപ്പോൾ ഇതേ നമ്മൾ ആൾക്കാരൊക്കെ കയറട്ടെ വേഗം കയറിക്കോ. അപ്പോൾ നമുക്കിത് വണ്ടി അങ്ങ് പൊളിച്ചടുക്കാം ഗൈസ്. ഇതാണ് നമ്മുടെ നെയിം ബോർഡ്, ചുവന്ന കളർ നെയിം ബോർഡാണ് ഗൈസ്. വലിയ കുഴപ്പമില്ല ചുമപ്പും പച്ചയും കൂടി വന്നപ്പോൾ. അപ്പോൾ നമുക്ക് നേരെ ആയാലും വണ്ടി എടുക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിത് ക്യാബിനിലോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നേരെ വണ്ടി അങ്ങ് എടുക്കാം. അപ്പോൾ ട്രിപ്പൊക്കെയാണ്, നമുക്ക് ഇച്ചിരി ഇടിവെട്ട് പാട്ടൊക്കെ ഇട്ടങ്ങ് പോകാം ഗൈസ്. അതേ നമുക്ക് നമ്മുടെ വണ്ടിയുടെ പവർ അങ്ങ് ഇറക്കാം ഗൈസ്.
നമുക്ക് പാട്ട് ഓണാക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ അതിൻ്റെ സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യേണ്ടത് ഇവിടെയാണ് ഗൈസ്. നമ്മുടെ സ്ഥലം ഇതിൻ്റെ അപ്പുറത്താണ്. അപ്പോൾ വണ്ടി ഇവിടെയാണ് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതേ നമ്മൾ ആളെ ഇറക്കുവാണ്. ഇറങ്ങിക്കോ സ്ഥലം എത്തി എന്നായിക്കോട്ടെ. അതേ നമ്മുടെ വണ്ടിക്കകത്തൊരു തുള്ളി പൊടി പോലും പറ്റിയിട്ടില്ല ഗൈസ്. വണ്ടി ഇപ്പോഴും നല്ല സെറ്റായിട്ട് നിൽപ്പുണ്ട്. ഒരു ഇടിയോ തൊഴിയോ ഒന്നും കിട്ടിയില്ല ഭാഗ്യത്തിന്. അപ്പോൾ ഏതായാലും നമ്മുടെ ഫസ്റ്റത്തെ ദിവസത്തെ ട്രിപ്പ് നമ്മളിവിടെ തീർക്കുവാണ്. വൈകുന്നേരം ആയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഉച്ചയായപ്പോൾ ഇറങ്ങിയതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡേയിലെ ട്രിപ്പ് ഇവിടെ തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ദിവസത്തെ ട്രിപ്പാണ്. അത് നമ്മളിനി നാളെ രാവിലെയാണ് വണ്ടി എടുക്കുകയുള്ളൂ. ഏതായാലും നമ്മുടെ വണ്ടി ഇവിടെ കിടക്കട്ടെ. വണ്ടി ഓഫാക്കി ഇട്ടിട്ട് പോകണം, അല്ലെങ്കിൽ പണി കിട്ടും. ഏതായാലും ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് കൂടി ചെയ്യുക ഗൈസ്.
പിന്നെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതും എല്ലാവരും കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. ഓക്കേ.